നിലമ്പൂരിലെ പാർട്ടി സഖാക്കളുടെ വിയർപ്പായിരുന്നു PV അൻവറിന്റെ വിജയം. അതും 2 തവണ. ലീഗിനോട് വരെ അടികൂടി നിന്നിട്ടും ആര്യാടൻ ഷൗക്കത്ത് ജയിച്ചു വന്നിരുന്ന അതേ നിലമ്പൂർ, ആര്യാടന്മാരുടെ കുത്തക മണ്ഡലം. ആ നിലമ്പൂരിൽ 2 തവണ ചെങ്കൊടി പാറിയപ്പോൾ PV അൻവർ കരുതിയത് അൻവറാണ് മഹാരാജാവ് എന്ന്. എന്നാൽ അങ്ങനെയല്ല അൻവറെ. നിനക്ക് വേണ്ടി വെയിലുകൊണ്ട് മഴ നനഞ്ഞു പണിയെടുത്ത നിലമ്പൂരിലെ സഖാക്കൾ, ആഫ്രിക്കയിൽ സ്വർണം കുടിക്കാൻ പോയ സമയത്തും തനിക്ക് വേണ്ടി പണിയെടുത്ത പാർട്ടിക്കാർ, നിലമ്പൂരിലെ സഖാക്കൾ നിനക്ക് വേണ്ടി പാതിരാക്കി ചുവരെഴുത്ത് നടത്തുകയായിരുന്നു. പകൽ കൊടുംചൂടിൽ വീടുകൾ കയറിയിറങ്ങി നിനക്ക് വേണ്ടി പ്രചരണം നടത്തുകയായിരുന്നു. MLA കാണാനില്ലെന്ന് പറഞ്ഞ് നടന്ന തിരഞ്ഞെടുപ്പിൽ അൻവറിന് താങ്ങും തണലും പാർട്ടിക്കാരായിരുന്നു. ജയിച്ചു കഴിഞ്ഞപ്പോൾ ഇതൊക്കെ സ്വന്തം കഴിവാണെന്ന് കരുതി. വിജയിപ്പിക്കാനും നിലമ്പൂരിനെ മാറ്റാനും കൂടെ നിന്നവരെയൊക്കെ അപമാനിച്ച് എല്ലില്ലാത്ത നാക്കുകൊണ്ട് പള്ളു പറഞ്ഞ് തെരഞ്ഞെടുപ്പ് സമയത്ത് UDF-ലേക്ക് ചേക്കേറി. ബേപ്പൂർ സീറ്റ് ഒപ്പിച്ചു. അന്ന് യുദ്ധം ജയിച്ചവന്റെ ശരീര ഭാഷയായിരുന്നു അൻവറിന്. എല്ലില്ലാത്ത നാക്ക് കൊണ്ട് പലതും വിളിച്ചു പറഞ്ഞു. റിയാസിനെയും പിണറായി വിജയനെയും വ്യക്തിപരമായി തന്നെ അധിക്ഷേപിച്ചു. ഒടുവിൽ ഫലം വന്നു. ബേപ്പൂരിലെ പ്രബുദ്ധ ജനത അൻവറിനെ നാട്ടിലേക്ക് തന്നെ തിരിച്ചയച്ചു. ഇന്നിപ്പോൾ UDF-കാർ തന്നെ പറയുന്നു താനൊരു വയ്യാവേലിയാണെന്ന്. തെരഞ്ഞെടുപ്പിൽ മത്സരിച്ച് പൊള്ളി മാളത്തിലിരിക്കുന്ന അൻവർ കാലത്തിന്റെ കാവ്യനീതിയാണ്. നിലമ്പൂരിലെ സഹാക്കളുടെ ചോരയും നീരിനെയും തള്ളിപ്പറഞ്ഞ അൻവർ ഇപ്പോൾ എടുക്കാച്ചറക്കാണ്. വാ പൊത്തി വീട്ടിലാണ്. ഈ പതനം അർഹിച്ചതാണ്.